തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു രസകരമായ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. 3 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മത്സരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആദ്യം ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അത് മാറി മാറി LDFും UDFും തമ്മിലാണ് മത്സരം എന്ന സ്ഥിതി വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ വലിയ പ്രതീക്ഷയോടെയാണ് BJP തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് എങ്കിലും ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ BJP പ്രവർത്തകർക്ക് പോലും സ്വീകാര്യനായിട്ടില്ല ഇതുവരെ രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നന്നായി വിയർക്കേണ്ടി വരും ഒന്ന് കയറി വരണമെങ്കിൽ. എന്നാൽ 2 കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഒരു സാധാരണക്കാരൻ എന്ന ഇമേജിൽ പന്ന്യൻ രവീന്ദ്രൻ കളം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ട് തന്നെയാണ് മത്സരം LDFും UDFും തമ്മിലായത് തിരുവനന്തപുരത്ത്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDFിന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ കയറി മത്സരം കടുപ്പിച്ചത്. പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലായി മത്സരം. ഇങ്ങനെ ചൂടുപിടിച്ച് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ. അത് രസകരമായ ഒരു ട്വിസ്റ്റ് തന്നെയാണ്. ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന് പറയാം. ആർക്കായിരിക്കും ഈ സ്ഥാനാർത്ഥി വന്നാൽ ദോഷമാകുക? ആർക്കായിരിക്കും ഈ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് കളം നിറഞ്ഞാൽ ദോഷമാകുക എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരം ചർച്ച ചെയ്യുന്നത്. ആ സ്ഥാനാർത്ഥി മറ്റാരുമല്ല, CSI മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിൻ്റെ ഭാര്യ ഷെർലി റസാലമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. CSI സഭയിൽപ്പെട്ടവർക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. നല്ല വോട്ടുണ്ട്. പ്രത്യേകിച്ച് നാടാർ വിഭാഗത്തിൽ, ക്രൈസ്തവ നാടാർ വിഭാഗത്തിൽ നല്ല സ്വാധീനമുള്ള ഒരു സഭയാണ് CSI സഭ. അതുകൊണ്ട് തന്നെ CSI സഭ ആരെ പിന്തുണക്കുന്നു എന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം നിശ്ചയിച്ചിരുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരത്ത്. അവിടെയാണ് CSI സഭയുടെ മുൻ ബിഷപ്പിൻ്റെ ഭാര്യ ധർമ്മരാജ് റസാലത്തിൻ്റെ ഭാര്യ ഷെർലി റസാലം മത്സരിക്കുന്നത്. അപ്പോൾ CSI സഭാ വിശ്വാസികൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യാറ് ആ സ്ഥാനാർത്ഥിക്ക് വൻ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അത് ആർക്കാണ്? സാധാരണ UDFിനാണോ LDFിനാണോ BJPക്കാണോ? ഏത് സ്ഥാനാർത്ഥിക്കാണ് CSI സഭ സാധാരണ വോട്ട് ചെയ്യാറുള്ളത്? ആ സഭാ അംഗങ്ങൾ വോട്ട് ചെയ്യാറുള്ളത് ആർക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ഏതു ഭാഗത്താണ്, മണ്ഡലത്തിൻ്റെ ഏതു ഭാഗത്താണ് CSI സഭാ വിശ്വാസികൾ ഉള്ളത്, ആ ഭാഗത്ത് ഏത് കക്ഷിക്കാണ് അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെ കണക്കാക്കി അത് ആർക്ക് തിരിച്ചടിയാകും എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അതിനു മുമ്പ് ഡോക്ടർ ധർമ്മരാജ റസാലം, അദ്ദേഹത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ ED കേസെടുത്തിരുന്നു. 3 മാസം മുമ്പാണ് ഡോക്ടർ ധർമ്മരാജ റസാലം CSI ബിഷപ്പ് സ്ഥാനം ഒഴിയുന്നത്. അത് വലിയ വിവാദത്തെ തുടർന്നാണ്. സഭയ്ക്കകത്ത് തന്നെ വലിയ ചർച്ചയാവുകയും 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഭാഗമായിട്ടാണ് ധർമ്മരാജ റസാലം ബിഷപ്പ് സ്ഥാനം ഒഴിയേണ്ടി വന്നത്. അദ്ദേഹത്തിനെതിരെ ED കേസെടുത്തിരുന്നു. അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തിരുന്നു. അതുമാത്രമല്ല, CSI സഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നത്. ഇപ്പോഴും ED കേസ് നിലനിൽക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ED കേസ് നിലനിൽക്കുകയാണ്. അങ്ങനെ ED കേസ് നിലനിൽക്കുന്ന ഡോക്ടർ ധർമ്മരാജ് റസാലത്തിൻ്റെ ഭാര്യ ഷെർലി റസാലം മത്സരിക്കുന്നത് ആർക്കു വേണ്ടി എന്ന ചോദ്യം ഇപ്പോഴേ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിത്വത്തിന് പിറകിൽ ആര് എന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അത് BJPക്ക് വേണ്ടിയിട്ടാണ് ഷെർലി റസാലം മത്സരിക്കുന്നത് എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും വോട്ട് നഷ്ടപ്പെടുക ശശി തരൂരിന് തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിന് ചില കണക്കുകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഒന്ന് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ശശി തരൂരിന് ലഭിച്ച ഭൂരിപക്ഷം 34,466 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും നെയ്യാറ്റിൻകര മണ്ഡലത്തിലാണ്. നെയ്യാറ്റിൻകര മണ്ഡലത്തിൻ്റെ സ്വഭാവം CSI സഭ വിശ്വാസികൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നെയ്യാറ്റിൻകര. അതോടൊപ്പം തന്നെ നാടാർ സമുദായം, ക്രൈസ്തവ നാടാറും ഹിന്ദു നാടാർ സമുദായവും ഒക്കെയുള്ള സ്ഥലമാണ് നെയ്യാറ്റിൻകര. അവർക്ക് നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് നെയ്യാറ്റിൻകര. അപ്പോൾ CSI സഭയുടെ വോട്ട് ആർക്ക് കിട്ടി എന്ന കാര്യം സംശയമേയില്ല. 34,466 വോട്ടാണ് ശശി തരൂരിന് നെയ്യാറ്റിൻകര നൽകിയത്. തൊട്ടടുത്ത് കോവളമാണ്. കോവളം ഇതേ സ്വഭാവം വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ശശി തരൂർ ലഭിച്ച ഭൂരിപക്ഷം 32,129 ആണ്. 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കോവളത്ത് ശശി തരൂരിനുണ്ടായിരുന്നു.
തൊട്ടടുത്ത മണ്ഡലം പാറശാല ഏകദേശം ഇതേ സ്വഭാവമുള്ള മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിലും ശശി തരൂരിന് ലഭിച്ച ഭൂരിപക്ഷം 27,057 വോട്ടിൻ്റെതാണ്. 27,057 വോട്ടിൻ്റേത്. നഗര കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം നാമമാത്രമായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ കഴക്കൂട്ടത്ത് 1385 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അത് 2836 വോട്ടിൻ്റെ 2836 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. തിരുവനന്തപുരം നഗരമണ്ഡലത്തിൽ ശശി തരൂർ ലഭിച്ചത് 14,200 വോട്ടാണ്. എന്ന് വെച്ചാൽ നഗരമണ്ഡലങ്ങൾ ശശി തരൂരിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരുന്നു എന്നത് വ്യക്തമാണ്. ഏത് ഭാഗത്തു നിന്നുള്ള വോട്ട് കൊണ്ടാണ് വൻ ഭൂരിപക്ഷത്തിന് ഏകദേശം 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ശശി തരൂർ ജയിച്ചത് നെയ്യാറ്റിങ്കര, കോവളം, പാറശാല മണ്ഡലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷമാണ്. അതുതന്നെയാണ് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഇത്രയും കൂടുതൽ ഉയർത്തിയത്. ആ ഭാഗം എന്ന് വെച്ചാൽ നാടാർ സമുദായത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. നാടാർ സമുദായത്തിൻ്റെ വോട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ നാടാർ സമുദായമാണ് ശശി തരൂരിനെ ഇത്രയും ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവിടത്തേക്കാണ് ധർമ്മരാജ് റസാലത്തിൻ്റെ ഭാര്യ ഷേർലി റസാലം മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്ന് നോക്കുമ്പോഴാണ് ആരുടെ സ്ഥാനാർത്ഥിയാണ് ഷേർലി റസാലം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരു സംശയവുമില്ല, BJPക്ക് വേണ്ടി BJP നിർത്തിയ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഷേർലി റസാലം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ വോട്ടുകൾ, നാടാർ വോട്ടുകൾ ഷേർലി റസാലത്തിന് ലഭിക്കുമെന്ന് പറയുന്ന CSI സഭാ വിശ്വാസികളുടെ വോട്ടുകൾ, ആ വോട്ടുകൾ ഷേർലി റസാലത്തിന് ലഭിച്ചാൽ അത് BJP സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമോ? അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം അവിടങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തേക്ക് വന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായ C. ദിവാകരനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ വോട്ടുകൾ അവിടെ നിന്ന് മാറി. എന്ന് വെച്ചാൽ ശശി തരൂരിന് ലഭിച്ചുകൊണ്ടിരുന്ന നാടാർ സമുദായത്തിൻ്റെ പ്രത്യേകിച്ച് CSI സഭാ വിശ്വാസികളുടെ വോട്ടുകൾ മാറുകയും അത് ഷേർലി റസാലത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്ന C. ദിവാകരൻ, ആ സ്ഥാനത്താണ് ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നത്. ആ വോട്ടുകൾ അത് പന്ന്യൻ രവീന്ദ്രന് LDF സ്ഥാനാർത്ഥിക്ക് ഗുണകരമാകും. അതാണ് ഇതിലെ മറ്റൊരു പ്രധാന ട്വിസ്റ്റ്. ആർക്ക് വേണ്ടിയിട്ടാണോ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷേർലി റസാലം, ആ പാർട്ടിക്ക് BJPക്ക് രാജീവ് ചന്ദ്രശേഖറിന് അതിന് ഗുണം കിട്ടുകയില്ല എന്നതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ അറിയുന്നവർ പറയുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല, അത് ശരിയുമാണ്. ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ ആകുമോ കാര്യങ്ങൾ എന്ന സംശയം ഇപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പാണ്, ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ദിവസങ്ങളിലെ പ്രചാരണങ്ങൾ, ആ ദിവസങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങളൊക്കെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസവും കൂടി കാത്തിരുന്നാൽ നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ അടിയൊഴുക്കുകൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയും.